ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ഫംഗ്ഷനെ കുറിച്ചാണ്. ഒന്നാമത്തെ ഫംഗ്ഷൻ്റെ പേര് കൗണ്ട് എ, അതേപോലെ തന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ പേര് VLOOKUP. ഈ രണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ കാണുന്ന ടേബിൾ ചെയ്യാം എന്നതാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോട്ടൽ സെയിൽ എങ്ങനെ കാണുന്നത് നോക്കാം. ടോട്ടൽ സെയിൽ നമുക്ക് കാണുന്നത് എങ്ങനെയെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ സമ്മ് കാണാൻ ഈക്വൽ ടു, അതിനുശേഷം സം എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് വാല്യൂ മുതൽ ലാസ്റ്റ് വാല്യൂ വരെ സെലക്ട് ചെയ്യുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഈ ഏറ്റവും താഴെ ഇവിടെ ഈ പ്ലസ് സിമ്പിൾ വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ് നമുക്കിവിടെ കണ്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാനുള്ളത്. ഒന്നാമത്തത് ഹൗ മെനി ഫ്രൂട്ട്സ്, എത്ര ഫ്രൂട്ട്സ് ഇതിലുണ്ട് എന്നാണ്. രണ്ടാമത്തത് ഫ്രൂട്ട്സ് ലെമൺ ആൻഡ് പൈനാപ്പിൾ സെയിൽ ഇൻ മാർച്ച് ആൻഡ് ജൂലൈ. അതായത് മാർച്ചിലും ജൂലൈയിലും ഈ ലെമണിൻ്റെയും അതേപോലെ തന്നെ പൈനാപ്പിളിൻ്റെയും സെയിൽസ് എത്രയാണ് വരുന്നത് എന്നുള്ളതും നമുക്കിവിടെ കിട്ടണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹൗ മെനി ഫ്രൂട്ട്സ് എന്നുള്ളതിൻ്റെ ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ട് എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് കൗണ്ട് എ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ പ്രോഡക്റ്റ് നെയിം ഏതാണോ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ അതിൽ എത്ര എണ്ണാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കാണിച്ചു തരും. ഇനി അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ലെമണിൻ്റെയും അതേപോലെ തന്നെ പൈനാപ്പിളിൻ്റെയും മാർച്ചിലെയും അതേപോലെ തന്നെ ജൂലൈയിലുള്ള സെയിൽസ് റിപ്പോർട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് രണ്ടും നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ലെമൺ എന്ന് ചേർത്തു, അതേപോലെ തന്നെ പൈനാപ്പിളും ഞാൻ കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചു. ഇനി നമുക്ക് മാർച്ച് മാസത്തെയും അതേപോലെ തന്നെ ജൂലൈ മാസത്തെയും കാണേണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്ന് ജൂലൈ എന്നുള്ള ഈ ഹെഡിങ് സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് വെച്ചു. അപ്പോൾ നമുക്ക് ലെമണിൻ്റെയും പൈനാപ്പിളിൻ്റെയും മാർച്ചിലെയും ജൂലൈയിലെയുള്ള സെയിൽസ് എത്രയാണെന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലെമണിൻ്റെ മാർച്ചിലുള്ള സെയിൽസ് എത്രയെന്ന് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മളിവിടെ വന്ന് VLOOKUP എന്ന് എഴുതി. അതിനുശേഷം എന്ത് ചെയ്യുക, ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ലെമൺ സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് ഈ ഭാഗം, അതായത് നമ്മൾ ഈ ടേബിൾ മുഴുവനായിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു കോമ ഇടുക. അതിനുശേഷം ഈ മാർച്ച് എന്നുള്ളത് എത്രാമത്തെ കോളത്തിലാണ് വരുന്നത് നോക്കാം. അപ്പോൾ 1 2 3 4. അപ്പോൾ ഫോർത്ത് കോളത്തിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ മാർച്ച് എന്നുള്ള ഡാറ്റ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് 4 എന്ന് ചേർത്തു. അതിനുശേഷം ഒരു കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് അപ്രോക്സിമേറ്റ് മാച്ച് അല്ല, കറക്റ്റ് ആ ഡാറ്റ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാക്റ്റ് മാച്ച് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കോമ ഇട്ടു, എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് നോക്കൂ, ലെമണിൻ്റെ മാർച്ച് മാസത്തെ അമൗണ്ട് സെയിൽസ് എത്രയാണെന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ലെമണിൻ്റെ മാർച്ച് മാസത്തെ സെയിൽ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ജൂലൈ മാസത്തത് കൂടി നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ വന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ VLOOKUP എന്ന് എഴുതി ബ്രാക്കറ്റ് ഇട്ടു, ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഇത് സെലക്ട് ചെയ്തു. അതിനുശേഷം ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമ്മൾ ഈ എൻ്റർ ടേബിൾ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. കോള ഇൻഡെക്സ് ജൂലൈ മാസത്തെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1 2 3 4 5 6 7 8. അപ്പോൾ 8th കോളത്തിലാണ്. അപ്പോൾ അത് ചേർത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ലാസ്റ്റ് ഫാൾസ് എന്നും ചേർത്ത് കൊടുത്തു, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ലെമണിൻ്റെ ജൂലൈ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് പൈനാപ്പിളും ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യുക, VLOOKUP എന്ന് എഴുതാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് പൈനാപ്പിൾ സെലക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമ്മൾ ഈ കൊടുത്ത ടേബിൾ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കോള ഇൻഡെക്സ് 1 2 3 4 മാർച്ച് മാസത്തെ ആയതുകൊണ്ട് 4th ആണ്. അപ്പോൾ 4th എന്ന് ചേർത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് ഫാൾസ് എന്നും ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കാം. ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ജൂലൈ മാസത്തെയും ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു VLOOKUP എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, പൈനാപ്പിൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ടേബിൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ടേബിൾ നമുക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കോളം ഇൻഡെക്സ്, അപ്പോൾ എത്രാമത്തെ കോളത്തിലാണ് വരുന്നത് നോക്കാം. 1 2 3 4 5 6 7 8, 8ാമത്തെ കോളത്തിലാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. എന്നിട്ട് കറക്റ്റ് എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ നമ്മളിവിടെ വന്ന് ഫാൾസ് എന്നും ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു.
ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ എക്സലിൽ നമുക്ക് കൗണ്ട് അതേപോലെ തന്നെ VLOOKUP എന്നുള്ള 2 ഫോർമുലകൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നും ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെറിയ വർക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വർക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.